ചുമ്മാ ഫോട്ടോ എടുത്ത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഇവരിവിടെ വെക്കുകയില്ല. വെറൈറ്റി ഫോട്ടോസ് ആയിരിക്കണം എന്ന് മാത്രം. ആ പാർക്കിനെ കുറിച്ച് ഒരു ചെറിയ ഡോക്യുമെൻ്ററി ഉണ്ട്. ആദ്യം തന്നെ വയനാടൻ കാഴ്ചയുടെ സെക്കൻഡ് പാർട്ടാണിത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തെയ്യത്തിൻ്റെ പല പോസുകൾ, വെള്ളച്ചാട്ടത്തിൻ്റെ പല സൈസ് മൃഗങ്ങളുടെ എല്ലാത്തിൻ്റെയും വെറൈറ്റി ഫോട്ടോസ് ഉണ്ട് ഇവിടെ. ഈ കോമാച്ചി പാർക്ക് ഫോട്ടോഗ്രാഫി ഒരു പാഷനായിട്ടും ഒരു പ്രൊഫഷണലായിട്ടും ചെയ്യേണ്ടവർക്ക് കാണാൻ പറ്റിയ നല്ലൊരു ഇടമാണ്. 3D റോളർ കോസ്റ്റർ നമുക്ക് നേരിട്ട് അനുഭവിക്കാം. 200 ഫോട്ടോ പോയിൻറ്റ്സ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം. ഇവിടെ രാജസ്ഥാനി വേഷത്തിലോ കാശ്മീരി വേഷത്തിലോ ഏത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള സ്ഥലങ്ങളുടെയും ഡ്രസ്സ് ഇട്ടിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. പിള്ളേർക്ക് ഇവിടെ ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ട്. വാട്ടർ പാർക്കുണ്ട്. വാട്ടർ പാർക്കിൻ്റെ ഫോട്ടോസ് ഞാൻ എടുത്തില്ലായിരുന്നു. 5 വയസ്സിന് മുകളിലുള്ള പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പാർക്കാണിത്. ഇവിടെ പല സൈസ് റൈഡുകളുണ്ട്. അവിടെയെല്ലാം നമുക്ക് ടിക്കറ്റ് എടുത്ത് കയറാവുന്നതാണ്. ഒറിജിനലിന് തോന്നിക്കുന്ന ആനിമൽസിൻ്റെ ഫോട്ടോസ് ഇവിടെ 3D ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ ഊഞ്ഞാൽ ഉണ്ട്. പിന്നെ നമുക്ക് ഇതിലെ കൂടെ കുതിരസവാരി ചെയ്യാം. പിന്നെ ഇവിടെ അടുത്തായിട്ടുള്ള ഒരു ചെറിയ ജിമ്മ് പോലൊരു സ്ഥലമുണ്ട്. അവിടെ നമുക്ക് ചുമ്മാ എക്സസൈസ് ചെയ്യാനും. ഇതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ എപ്പോഴും മഴ പെയ്യുന്നത് പോലെ ആർട്ടിഫിഷ്യലായിട്ട് ചാറ്റമഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. മഴയത്ത് കൂടി നടക്കാൻ ഇഷ്ടമുള്ളവർക്ക് പറ്റിയ ഒരു സ്ഥലമാണത്. ബേർഡ്സിനെ ഫീഡ് ചെയ്യാവുന്നതും കയ്യിലെടുക്കാൻ പറ്റിയൊക്കെ ആയ ഒരു സ്ഥലം ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഏത് പ്രായക്കാർക്കും എൻജോയ് ചെയ്യാവുന്ന ഒരു ഗെയിമാണിത്. ഇത് തീരെ പൊടി കുഞ്ഞുങ്ങൾക്കുള്ള ഗെയിമാണ്. ഇവിടെ വലിയ പിള്ളേർക്ക് കയറാൻ പറ്റത്തില്ല. ഈ പാർക്കിലെ വിശേഷങ്ങൾ അങ്ങനെ തീരുകയാണ്. ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ.